കൊടുക്കാൻ മാർഗമില്ലാതെ കണ്ടവന്റെ വീട്ടിൽ താമസിക്കുന്ന നിനക്കും നിന്റെ അച്ഛനും മറ്റുള്ളവരുടെ മുൻപില് കൈ നീട്ടേണ്ടി വരും. ബെഗേഴ്സ്, ഭിക്ഷക്കാർ, അതെനിക്ക് കൺകുളിർക്ക് കാണണം. മോളെ ചെറിയമ്മേ, ചെറിയമ്മേ, ദൈവമേ, എന്റെ കുഞ്ഞിന്റെ കണ്ണീര് വീഴാതെ ഒരൊറ്റ ദിവസം പോലും ഇല്ലല്ലോ. എന്തിനാ ഭഗവാനെ ഞങ്ങളോട് ഈ പരീക്ഷണം? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? കരയാതിരിക്കും മോളെ, അല്ലാതെ ചെറിയമ്മ എന്ത് പറയാനാ? ചെറിയമ്മേ, നല്ല മനസ്സോടെ നമ്മൾ പലതും ചെയ്ത്, പക്ഷെ അനുഭവം ഇങ്ങനെയായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും മോളെ? ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഏറി വരുമ്പോൾ അധ്യാപകനായ എൻ്റെ അച്ഛൻ പറയുന്നൊരു ആശ്വാസ വാക്കുണ്ട്. ഒരു കാർമേഘവും നിലനിന്നിട്ടില്ല. ഒന്നുകിൽ പെയ്തൊഴിയും, അല്ലെങ്കിൽ സ്വയം ഇല്ലാതാവും. നമ്മുടെ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ തന്നെയാ. ഗത്യന്തരമില്ലാത്തൊരു മനുഷ്യന്റെ ഒരേ ഒരു പോംവഴി പ്രാർത്ഥനയെ മോളെ. നമുക്ക് പ്രാർത്ഥിക്കാം. ആകാശങ്ങളിലാണെങ്കിലും അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കും. അമ്മേ, അച്ഛാ, അമ്മേ. ആ, നീ വന്നോ? നീ എന്താ ഈ സന്ധ്യ നേരത്ത്? കുറച്ചു നേരത്തെ വന്നൂടായിരുന്നോ? ഇപ്പഴാ വരാൻ പറ്റിയത്. ഐശുവിനെ കൊണ്ടുവന്നില്ലേ? അവള് ഹോസ്റ്റലിലല്ലേ, അടുത്ത ആഴ്ച ഓണപരീക്ഷയാ. അയ്യോ, അവള് +2 ആയല്ലേ? അല്ല, എന്റെ ഫാദർ എവിടെ? മിസ്റ്റർ വേണു. അച്ഛൻ കേട്ട് വരണ്ട. കേട്ട് വന്നാലും എനിക്കൊരു കുഴപ്പമില്ല. അല്ല, ഈ വാതില് മലർക്കെ തുറന്നിട്ട് അച്ഛനും അമ്മയും കൂടെ അകത്തിരുന്നാലേ വല്ല കള്ളനും കേറില്ലേ? ഇവിടെ കള്ളനൊന്നും കേറില്ല. അച്ഛാ, അച്ഛാ. നീ ഇങ്ങനെ വിളിച്ചു കൂവണ്ട. അച്ഛൻ ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക. അത് ശരി, ഇവിടെ ഇല്ല. ആശ്വാസമായി. അതെന്താ? വരുമ്പോഴേ ഉള്ള ചീത്തവിളിയുടെ ആ വെയിറ്റ് ഒന്ന് കുറയുമല്ലോ. ആ, അമ്മ ഇതെടുത്ത് അകത്ത് വെച്ച്. ഇതെന്താ? പപ്പട വടയും മസാല ബോണ്ടേ. ഇതാണോടി വയസ്സായ അച്ഛനും അമ്മയ്ക്ക് കൊണ്ടുവന്ന് തരുന്നേ?